രാജേന്ദ്രൻ, ഒരുപക്ഷേ ജനാധിപത്യത്തിന്റെ അന്തസത്ത ഫെഡറൽ സംവിധാനം അങ്ങനെ തന്നെ തുടരണമെന്ന് വ്യക്തമാക്കുന്നതല്ലേ സുപ്രീം കോടതിയുടെ ഈ നിർണായക വിധി എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കില്ല. കാരണം വിധി പ്രസ്താവം അത് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും വിധി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേതാനും ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. ഇതിൻ്റെ അന്തിമമായ രൂപം പൂർണ്ണമായും ലഭ്യമായാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഒരു അന്തിമ വാക്ക്, ഒരു അന്തിമ അഭിപ്രായം എന്ന രീതിയിൽ പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ തന്നെ ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണറാധികാരമുണ്ട്. ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. വിവേചനാധികാരം എന്തൊക്കെയെന്ന് ഭരണഘടന പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട്. അനിയന്ത്രിതമായ ബില്ലുകൾ പിടിച്ചു വെച്ചാൽ കോടതിയെ സമീപിക്കാം. ആ ഒരു പരാമർശം, അനിയന്ത്രിതമായി ബില്ലുകൾ പിടിച്ചു വെച്ചാൽ കോടതിയെ സമീപിക്കാമെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിരീക്ഷണം തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പോഴും ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉണ്ട് എന്ന് പറയുന്നു. ഇതിനു മുമ്പ് തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ബില്ലുകൾ തടയുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് പറയുന്നുണ്ട്. നിയമസഭയുമായി ആശയപരമായ വിനിമയം വേണം എന്ന് പറയുന്നുണ്ട്. ഗവർണർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ്. അതും നമുക്ക് ഇതുവരെ വന്ന കാര്യങ്ങളിൽ വളരെ പോസിറ്റീവ്. അതിനകത്ത് വന്നിരിക്കുന്ന കോടതിയിൽ നിന്ന് വലിയൊരു പരാമർശം വന്നിരിക്കുന്ന സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം കേരളമടക്കം പറഞ്ഞത് സമയപരിധി വേണം. പക്ഷേ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അനിയന്ത്രിതമായി ബില്ലുകൾ പിടിച്ചു വെച്ചാൽ കോടതിയെ സമീപിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും നേരത്തെ രാജേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഒരുതരം ആശങ്ക വീണ്ടും ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ കേരളവും തമിഴ്നാടും അടക്കം സുപ്രീം കോടതിയിൽ പോയത് എങ്ങനെയാണ്? അതായത് സമയപരിധി നിശ്ചയിക്കണം, തോന്നുംപടി ഗവർണർമാർക്ക് ബില്ലുകൾ പിടിച്ചു വെക്കാൻ കഴിയില്ല. 4.5 വർഷം വരെയാണ്. നമുക്കറിയാം സംസ്ഥാന നിയമസഭ ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. പല ബില്ലുകളും ഇപ്പോൾ ഗവർണർമാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ അനിയന്ത്രിതം എന്ന് പറയുന്നത് ഏത് സമയമാണ്? അതാണ് ഒരു പ്രശ്നം ഉയരുന്നത്. സമയപരിധി അല്ലേ അനിയന്ത്രിതം എന്ന് പറയുന്നത്? സമയപരിധി നിശ്ചയിക്കുകയല്ലേ വേണ്ടത്? അവിടെയും സുപ്രീം കോടതി ആ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞത്, ഇതിൻ്റെ ഇപ്പോഴും വിധി പ്രസ്താവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പലതും നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നമുക്ക് അതിലെ ചില വാചകങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ്. കേരളം, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ അത് പങ്കുവെക്കുന്നതാണ് എന്ന രീതിയിലുള്ള പരാമർശമുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നേരിടുന്ന ഭരണഘടനാപരമായ രീതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായോ എന്ന് ചോദിച്ചാൽ ആയി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാരണം നമുക്ക് ആവശ്യം 2 കാര്യങ്ങളാണ്. ഒന്ന്, മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച്, മന്ത്രിസഭയുടെ ശുപാർശ അനുസരിച്ച് ഗവർണർമാർ പ്രവർത്തിക്കണം. നിയമപരമല്ല. ഇപ്പോൾ ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ നിയമവിരുദ്ധമായ എന്തെങ്കിലും ശുപാർശകൾ നൽകിക്കഴിഞ്ഞാൽ അത് ഗവർണർമാർ അംഗീകരിക്കേണ്ടതില്ല. പക്ഷേ കേരള സർക്കാരിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നില്ല. നമ്മുടെ ഭരണഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ടുള്ള തികച്ചും നിയമപരമായ ബില്ലുകളും മറ്റും ഇദ്ദേഹത്തിന്, നമ്മുടെ ഗവർണർക്ക് നൽകുമ്പോൾ അത് പാസ്സാക്കാതെ